നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ജാമിദിയ ടീച്ചർ ഉൾപ്പെടുന്ന യുക്തിവാദികളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഖുർആൻ എന്തുകൊണ്ട് സ്ത്രീകളെ കൃഷിഭൂമിയോട് ഉപമിക്കുന്നു എന്നാണ്. കാരണം ജാമിദിയ ടീച്ചറുടെയും ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ ഒരു ആരോപണം, കൃഷിഭൂമി എന്ന് പറയുന്നത് അത് സ്ത്രീവിരുദ്ധതയാണ്. കാരണം ഒരു ലൈംഗിക ഉപകരണം എന്ന രീതിയിൽ മാത്രമാണ് ഖുർആൻ സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷിഭൂമി എന്ന അർത്ഥത്തിൽ, നിങ്ങളുടെ കൃഷിഭൂമി എന്ന അർത്ഥത്തിൽ സ്ത്രീകളെ ഖുർആനിൽ വിവരിക്കുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കാരണം കൃഷിഭൂമി എന്ന് പറയുന്നത് ജീവൻ്റെ നിദാനമാണ്. ജീവൻ്റെ തുടിപ്പുണ്ടാകുന്നത് കൃഷിഭൂമിയിൽ നിന്നാണ്. അതുപോലെ പരമ്പരകൾ ഉണ്ടാകുന്നത് സ്ത്രീയിൽ നിന്ന് എന്ന അർത്ഥത്തിലാണ് ഖുർആൻ കൃഷിഭൂമി എന്ന് പദം ഉപയോഗിച്ചിരുന്നത്. കാരണം ജീവൻ്റെ തുടിപ്പ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ട ആഹാരം കൃഷിഭൂമിയിൽ നിന്നുണ്ടാകുന്നത് പോലെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള സന്താന ഉൽപ്പാദനം സ്ത്രീകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന അർത്ഥത്തിലാണ് ഖുർആൻ കൃഷിഭൂമി എന്ന ഒരു ഉപമ സ്ത്രീകൾ കൊടുത്തേക്കുന്നത്. അല്ലാതെ അതിനപ്പുറം സ്ത്രീ വിരുദ്ധതയോ അല്ലെങ്കിൽ സ്ത്രീകളെ ലൈംഗികമായി കാണുന്ന ഒരു കാഴ്ചപ്പാടോ അല്ല. അത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ആരോപണമാണ്. അത് എവിടെ നിന്നൊക്കെയോ പൈസ വാങ്ങിച്ചിട്ട് സംഘപരിവാറിൻ്റെയും മറ്റു എവിടെ നിന്നൊക്കെയോ പൈസ വാങ്ങിച്ചിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. അതിലൊരിക്കലും ഒരു സ്ത്രീ വിരുദ്ധതയില്ല. മറിച്ച് സ്ത്രീക്ക് കൊടുക്കുന്ന എല്ലാ റെസ്പെക്റ്റും. കാരണം ജീവൻ്റെ നിദാനം, ജീവൻ്റെ തുടിപ്പ് സ്ത്രീയിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീ ഇല്ലാതെ പ്രപഞ്ചമില്ല എന്ന സത്യം ഖുർആൻ അടിയുറച്ച് വിലയിരുത്തുകയാണ്. അഥവാ അടിയുറച്ച് അതിൻ്റെ സത്യാവസ്ഥ ഇവിടെ വിലയിരുത്തുകയാണ് ഈ വാക്കുകളിലൂടെ. ഖുർആനോ അല്ലെങ്കിൽ ഖുർആൻ വെച്ചു പുലർത്തുന്ന പ്രത്യയശാസ്ത്രമോ ഒരിക്കലും സ്ത്രീ വിരുദ്ധമല്ല. അത് അറേബ്യയിൽ സ്ത്രീജനങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് സ്ത്രീക്ക് സ്വത്തവകാശത്തിലും സമൂഹത്തിലും തുല്യത പകർന്നു കൊടുത്ത ഒരു വലിയ പ്രത്യയശാസ്ത്രമാണെന്ന തിരിച്ചറിവ് ജാമിദിയെ പോലെയുള്ള കപടയുക്തിവാദികൾ എന്ന പദമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം പഴയ യുക്തിവാദികൾക്കൊക്കെ, നമ്മൾ കഴിഞ്ഞുപോയ ഇടമുറുകിനെയും പവനെയും പോലെയുള്ള യുക്തിവാദികൾക്കൊക്കെ ഒരു കോമൺ സെൻസ് ഉണ്ടായിരുന്നു. അവർ പ്രതിപക്ഷ ബഹുമാനമുള്ള ആൾക്കാരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വിശ്വാസികളെ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ കണ്ട് ആണ് അവർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതെങ്കിൽ ജാമിദിയ ടീച്ചർ അവരെ കുത്തിനോവിച്ചാണ് വിമർശനം ഉന്നയിക്കുന്നത്. അത് എവിടെ നിന്നൊക്കെ കിട്ടുന്ന പൈസയുടെ ബലത്തിലായിരിക്കാം. പക്ഷേ ടീച്ചർ പൈസയൊക്കെ വാങ്ങി നക്കിക്കോളൂ. അവരെ ടീച്ചർ എന്ന് വിളിക്കണമെന്ന് കുറച്ച് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നില്ല. ജാമിദിയ, നീ പൈസയൊക്കെ വാങ്ങിച്ച് എണ്ണിക്കൊള്ളൂ. പക്ഷേ ഈ സത്യസന്ധമായ വിലയിരുത്തുകളെ അതേ അളവ് കൂലിൽ തന്നെ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീ വിരുദ്ധമല്ല അത് ഇസ്ലാം ഒരിക്കലും, ഖുർആൻ ഒരിക്കലും. മറിച്ച് അത് കൃഷിയിടം എന്ന് വിശേഷിപ്പിക്കുന്നത്, സ്ത്രീകൾ കൃഷിയിടം എന്ന് വിശേഷിപ്പിക്കുന്നത് ജീവൻ്റെ നിദാനം, ജീവൻ്റെ തുടിപ്പ് സ്ത്രീയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കൃഷിഭൂമിയിൽ നിന്ന് ജനങ്ങൾക്ക് ആഹാരം പ്രദാനം ചെയ്യുന്നതുപോലെ ജീവൻ്റെ തുടിപ്പ് സ്ത്രീകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് സന്താന പരമ്പരകൾ ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ, നമ്മുടെ വിത്തും വിളകളും ഒക്കെ ഉണ്ടാകുന്നത് കൃഷിയിലൂടെയാണല്ലോ. ആ അർത്ഥത്തിലാണ് ഖുർആൻ സ്ത്രീകളെ കൃഷിഭൂമി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന തത്വം, അടിസ്ഥാന തത്വം ജാമിദിയയും ആരിഫ് ഹുസൈനെയും പോലെയുള്ള കപട യുക്തിവാദികൾ മനസ്സിലാക്കാനാണ് ഞാനീ പറയുന്നത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക.